യു.പിയിൽ ഹോളിക്കിടെ മുസ്ലിം വിഭാഗത്തിന് നേരെയുള്ള അക്രമങ്ങൾ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഹോളിക്ക് അവിടെ നല്ല അക്രമം ഉണ്ടായിരുന്നു മുസ്ലിം വിഭാഗത്തിന് നേരെ. പക്ഷെ ഇന്നലെ അവിടെ ദളിത് വിഭാഗത്തിന് നേരെ നടന്ന അക്രമം ആരും കേട്ടിട്ടുണ്ട്? ദളിത് വിഭാഗത്തിൽ 20ഓളം വീടുകൾ ചുട്ട് കരിച്ച് കളഞ്ഞ്. എന്തിനാണെന്നറിയാം? അവിടെ കൊച്ചു കുട്ടികൾ DJ പാട്ട് വെച്ച് ഡാൻസ് കളിച്ചത് അവിടുത്തെ സവർണറായ തിവാരി വിഭാഗത്തിന് ഇഷ്ടപ്പെട്ടില്ല. അവർ പാട്ട് വെച്ച് ഓഫാക്കാൻ പറഞ്ഞു. കുട്ടികളായതുകൊണ്ട് കുട്ടികൾ പറഞ്ഞില്ല നമ്മൾ ഓഫാക്കാൻ ഡാൻസ് കളിക്കുന്ന പറഞ്ഞു. അത് കേട്ട് പോയിട്ട് അവര് പെട്രോൾ എടുത്ത് വന്നിട്ടുണ്ടല്ലോ, 20ഓളം വീടുകൾ കത്തിച്ച്. എന്നിട്ട് അവിടെ കൊച്ചു കുട്ടികളടക്കം ആക്രമിച്ച്. 2 കുട്ടികളുടെ നില ഗുരുതരാണ്, രക്ഷപ്പെടുമെന്ന് ഒരു ഉറപ്പുമില്ല. ഇത് ഇവിടെ നടന്നറിയാം, UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ ഗോരഖ്പൂർ മണ്ഡലത്തിൽ. നമുക്ക് ആ ന്യൂസ് ഒന്ന് കേട്ടു നോക്കാല്ലേ. ये वो लोग हैं जिनके घरों को जला दिया गया। पेट्रोल फेंक जरूर है। पेट्रोल फेंक, हाँ, ओढ़ना बिछौना सब फेंक देले हमें। घर में घुस के घर जराई देते हैं ना, मारत है ना, घर में घुस के दारू पी ये लोग धमकी देते हैं, ऐसे करेंगे वैसे करेंगे। बताइए सर, इनको आ चलाना देखा हमारे गोड़े में पैरे में लग गई। मार हो रहा था, कुराग लगा दिए, आग बुताएं कि मार करे भाई। इसी में सब लोग मारो के चले गए। ये सब कुछ जो है जलकर आज खाक हो गया, जलकर आज राख हो गया। जो निकल रहे तो उसको फंडे पे मार रहे हैं, इसलिए डर के मारे हम लोग निकले नहीं। आग बुता रहे थे, गेहूँ सब जल गया है। कोई छत पे पर से ईटा फेंक रहे थे, कहाँ सब जाएंगे कहाँ नहीं जाएंगे। कितना रुपए था माता जी आपका? 6,000 रुपए। हाँ। वो भी जल गया, जर गए। पूरा त्रिपाल वगैरह सब जल गया। हाँ, ये सब जर गया। 30 घरों को जला दिया गया। വീട് കത്തിച്ചത് പോരാഞ്ഞിട്ട് 7 വയസ്സുള്ള ഒരു കൊച്ചു കുട്ടീന്റെ മൂക്കിന്റെ പാലടിച്ച് തകർത്ത്. ആലോചിച്ചേട്ടാ, എത്രമാത്രം സവർണർക്ക് അവിടെ. സവർണർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കണം, ആരായി സവർണർ നിങ്ങൾക്ക് തിരിഞ്ഞല്ല. അവിടുത്തെ സംഘപരിവാറുകാർ ഒരു കൊച്ചു കുട്ടീന്റെ മൂക്കടിച്ച് പൊട്ടിച്ച്. ആ അമ്മ, അതിന്റെ അമ്മ കരയുന്നതും കൂടി നിങ്ങളൊന്ന് കേട്ടു നോക്ക്. जी है सर, मेरे 7 साल के उसके सब मारे पूरे। मेरे बच्चे को यहाँ पर घाव लगा है। मेरे बच्चे के अभी तक नाक से अभी 1 रुपये की दवा नहीं करा। मेरा ये 4 बच्चे, एक कम हुई है। बताइए सर, मैं कैसे दवा कराऊं? रोती हुई माँ अपनी व्यथा बताते हुए भावुक है और कैमरे पर बता रही है कि उसके बच्चे की क्या कुछ हालत है, क्या कुछ स्थिति है। स्थिति बयां कर ഒന്ന് ആലോചിച്ചേക്കട്ടെ, ദളിതരായത് കൊണ്ട് മാത്രമാണ് ആ കുട്ടീന്റെ മൂക്കിന്റെ പാലടിച്ച് പൊട്ടിച്ചത്. ദളിതരായതുകൊണ്ട് മാത്രമാണ് ആ 20ഓളം വീടുകൾ കത്തിച്ച് കളഞ്ഞത് പാട്ട് വെച്ചതിന്. എന്താ അവസ്ഥ വെച്ചിട്ട്? കേരളത്തിൽ കുറച്ചെങ്കിലും ദളിതരും കുറച്ചെങ്കിലും ക്രിസ്ത്യാനികൾ ഈ സംഘപരിവാർ ആശയത്തോട് ഇഷ്ടപ്പെടുന്നവരുണ്ട്. അവരെ ധാരണ ഈ മുസ്ലിങ്ങളെ മാത്രമാണ് ഇവർ ആക്രമിക്കുന്നത്. കോപ്പാണ്. മുസ്ലിങ്ങളെ ആക്രമിക്കുന്നതോടൊപ്പം തന്നെ UP-യിലായാലും മറ്റ് നോർത്ത് ഇന്ത്യയിലെ പല സ്ഥലങ്ങളിൽ ക്രിസ്ത്യാനിക്ക് നേരെ വളരെ വലിയ അക്രമം നടക്കുന്നുണ്ട്. നമ്മുടെ കേരളത്തിലെ പല മാധ്യമങ്ങളും കാണിക്കുന്നില്ല എന്നുള്ളൂ. അതുപോലെ ദളിതർക്ക് നേരെയും വലിയ അക്രമമാണ് നടക്കുന്നത്. ഇതൊന്നും നമ്മളെ മീഡിയയിൽ കുറച്ചും കാണിക്കണം. നിങ്ങൾ ഉത്തരേന്ത്യയിലെ നട്ടെല്ലുള്ള മാധ്യമപ്രവർത്തനം ഇപ്പോഴും ഉണ്ട്, അതിലൊന്ന് കാണിക്കണം. ഭാഷ മനസ്സിലാകും, കുറച്ചെല്ലാം മനസ്സിലാവും. ഓക്കെ, ഇതെല്ലാം ഒന്ന് കാണണം നിങ്ങൾ. ഞാനിത് കാണിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ ഈ UP നന്നാവൂല എന്ന് എനിക്ക് ഉറപ്പാണ്. കേരളവും നന്നാകാനൊന്നും പോകുന്നില്ല. ഈ സംഖ്യകൾ എന്തായാലും ഇവിടെ ഈ കച്ചറ പരിപാടി നടത്തും. പക്ഷേ ഈ സംഖ്യകൾ പറയുന്ന കുറെ കള്ളത്തരങ്ങളെങ്കിലും ഈ നോർത്ത് ഇന്ത്യയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണ് നമ്മൾ ഭയങ്കര എന്നാറുണ്ട് ദളിതരെയും ക്രിസ്ത്യാനികളെയും ഇങ്ങനെ കെട്ടിപ്പിടിച്ച് നടക്കുന്ന പറഞ്ഞാൽ ഈ കേരളത്തിലെ സംഖ്യകളുടെ ആ കള്ളത്തരം ഒന്ന് പൊളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ഒരു 100 ആളോ അല്ലെങ്കിൽ 200 ആളോ ഈ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ അത്രയും സന്തോഷം. അല്ലാണ്ട് ഈ നാട് മൊത്തത്തിൽ നന്നാക്കാണെന്നും എൻ്റെ ഉദ്ദേശമല്ല കേട്ടോ. അത് നിങ്ങൾ ആലോചിക്കേണ്ടത് UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിന്റെ നാട്ടിൽ മൂക്കിന് താഴെ അവിടെ ദളിതർക്ക് അതാ അവസ്ഥ. അവരെന്നെ പറയുന്നുണ്ട്. അതിൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മതി. ഒരു തിരിഞ്ഞു നോക്കിയില്ല. അവരൊന്നും തിരിഞ്ഞു നോക്കൂലെന്ന് അവർക്കറിയാം, ദളിതരായതുകൊണ്ട്. ഓക്കെ.